ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കേക്കാണ് ചെയ്തെടുക്കുന്നത്, ക്രിസ്മസ് തീം കേക്ക്. അപ്പോൾ ഈ കേക്കിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ കേക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ക്രിസ്മസ് തീം കേക്കിൽ. അപ്പോൾ അതിന് ഞാൻ ചെയ്തെടുത്ത കേക്കാണ് ഈ ഒരു കേക്ക്. അപ്പോൾ ഇനി നമുക്ക് നമുക്ക് കേക്ക് ഒന്ന് മുഴുവനായിട്ട് ക്രീമെല്ലാം വെച്ച് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് എൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെസിപ്പി വേണ്ടവർ ആ വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. കേക്ക് ഇവിടെ മുഴുവനായിട്ട് ക്രീം വെച്ച് കവർ ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ കേക്ക് ടോപ്പറൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് ഇവിടെ മുഴുവനായിട്ട് കവർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്ക്വയർ ടൈപ്പിലുള്ള ഒരു മോൾഡിൽ ഇതേപോലെ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മുട്ട വെച്ചിട്ട് ചെയ്തെടുത്താൽ മതിയാകും. അത് വെച്ചിട്ട് നമുക്ക് വീടൊന്ന് ചെയ്തെടുക്കണം. കേക്കിൻ്റെ മുകളിൽ വീട് വെക്കാനായിട്ട് നമുക്ക് ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കാം. സ്ക്വയർ ടൈപ്പിലായിട്ട് എല്ലാം അങ്ങ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ക്രീം വെച്ചിട്ട് ഫ്രോസ്റ്റ് ചെയ്യുന്ന പോലെ ലെയർ ആക്കിയിട്ട് നമ്മൾ ക്രീം വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് വീടിൻ്റെ ഷേപ്പ് ആകുന്നത് വരെ നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഏകദേശം വീടിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. സെറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നത്. ഒരു ചെറിയ കാർഡോ അല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഡിസൈൻ ചെയ്യുന്ന ഷീറ്റില്ലേ, അത് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചെറിയ കത്തി വെച്ചിട്ട് ലെവൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ വീട് വെച്ച് കൊടുക്കാം. അതിൻ്റെ താഴെ ഒരു ടൂത്ത് പിക്ക് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ കേക്ക് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ശേഷം ഞാൻ പൈപ്പിംഗ് ബാഗിൽ ഒരല്പം ക്രീമിൽ സ്കിൻ ടോൺ കളർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വീടിന് കൊടുക്കാം. വീടിൻ്റെ ബോഡിയിൽ ഈ ഒരു കളർ കൊടുത്തതിന് ശേഷം മേൽക്കൂരയായിട്ട് റെഡ് കളറാണ് കൊടുക്കുന്നത്. പിന്നെ വീടിൻ്റെ ഡോറും ജനലും വരക്കാനായിട്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് വീടിൻ്റെ ജനലും ഡോറും എല്ലാം ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ വീടെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാൻഡയും ഗിഫ്റ്റും ട്രീയും സ്നോമാൻ എല്ലാം വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് ടോപ്പറെല്ലാം നമ്മുടെ സാൻഡയും പിന്നെ സ്നോമാനും ഗിഫ്റ്റും ട്രീയും എല്ലാം എങ്ങനെയാണ് ചെയ്തെടുത്തത് എന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് വായോ. അപ്പോൾ നമ്മൾ ആദ്യം സാൻഡയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് റെഡ് ഫോണ്ടൻറ്റ് വേണം. റെഡ് ഫോണ്ടൻറ്റും പിന്നെ CMC പൗഡറും കൂടി മിക്സ് ചെയ്തെടുക്കണം. CMC പൗഡർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫോണ്ടൻറ്റ് ഒന്ന് ഹാർഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലാണ് അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മെൽറ്റ് ആവാതെ അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതേപോലുള്ളൊരു ബോൾ ഷേപ്പിലാക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് ടൂത്ത് പിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് സ്റ്റേബിൾ ആക്കിയിട്ട് നിർത്തുക. അപ്പോൾ നമ്മൾ സാൻഡിൻ്റെ ബോഡിയാണ് ആദ്യം ചെയ്തെടുക്കുന്നത്. ബോഡി ചെയ്തെടുത്തതിന് ശേഷം സാൻഡിൻ്റെ കാലുകൾ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് ഒരേ വലിപ്പത്തിൽ ആവാനായിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അല്ലെങ്കിൽ ഒരു കാല് വലുതും ഒരു കാല് ചെറുതും കാണാനായിട്ട് ഒട്ടും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ ഷേപ്പ് ആക്കിയെടുത്തതിന് ശേഷം ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് മതി കേക്കിൻ്റെ ബാക്കിയുള്ള കാലിൻ്റെ പ്രോസസ്സ് എല്ലാം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കാലിൽ വൈറ്റ് കളർ ഇതേപോലെ കൊടുക്കുക. ആ ഡ്രസ്സിൻ്റെ ഒരു ബോർഡറാണ് ഈ വൈറ്റ് കളറായിട്ട് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇത് എഡിബിൾ ഗ്ലൂ ആണ്. എഡിബിൾ ഗ്ലൂ എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ CMC പൗഡറും ഒരല്പം വെള്ളം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എഡിബിൾ ഗ്ലൂ ആവും. ഈ കാലുകൾ നമുക്ക് ഈ ബോഡിയിൽ അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാൻഡിൻ്റെ ബോഡിയും കാലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡിൻ്റെ കൈകൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കാല് ചെയ്ത പോലെ തന്നെ സെയിം അളവിലാവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ കൈ വെച്ചിട്ട് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ, അതേപോലെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ കുറച്ച് വണ്ണത്തിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്.
എന്നിട്ട് കാല് ചെയ്ത പോലെ തന്നെ കൈക്കും വൈറ്റ് ഫോണ്ടൻറ്റ് വെച്ചിട്ട് ബോർഡർ ചെയ്ത് കൊടുക്കാം. ഇനി ഒരല്പം വൈറ്റ് ഫോണ്ടൻറ്റിലേക്ക് സ്കിൻ ടോൺ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മുടെ അപ്പൂപ്പൻ്റെ തല ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ബോൾ ഷേപ്പിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ തല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡൻ്റെ താടി ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഫോണ്ടൻറ്റ് ഇതേപോലെ പരത്തിയെടുത്തതിന് ശേഷം വി ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അടുത്തതായിട്ട് സാൻഡൻ്റെ മീശ ചെയ്തെടുക്കാം. ഇനി നമുക്ക് തൊപ്പി ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഷേപ്പിലാക്കി മാറ്റുക. എന്നിട്ട് ബോൾ പെന്നുണ്ട്, ഇതേപോലെ നമുക്ക് ഫോണ്ടൻറ്റ് ടൂൾ മേടിക്കാനായിട്ട് കിട്ടും. അതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊപ്പിയുടെ ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ തൊപ്പിയുടെ അറ്റത്ത് ഒരു വൈറ്റ് ബോൾ പോലെയും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ തൊപ്പിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡൻ്റെ ഉടുപ്പിൻ്റെ ഒരു ബോർഡർ കൂടി വരച്ച് കൊടുക്കാം. അതിനായിട്ട് ഫോണ്ടൻറ്റ് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴ്വശത്ത് കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സാൻഡൻ്റെ ഷൂ ചെയ്തെടുക്കണം. ബ്ലാക്ക് ഫോണ്ടൻ്റ് എടുത്തിട്ട് ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കൈകളും ചെയ്തെടുക്കണം. ഇനി ബ്ലാക്ക് ഫോണ്ടൻ്റ് വെച്ചിട്ട് ബെൽറ്റ് കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഇനി ബ്ലാക്ക് ഫോണ്ടൻറ്റ് വെച്ചിട്ട് അതിൻ്റെ കണ്ണും കൂടി വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു എഡിബിൾ പെന്ന് വെച്ചിട്ട് ഇതേപോലെ സാൻഡയ്ക്ക് ഒരു സ്മൈലി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാൻഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കി വന്ന റെഡ് ഫോണ്ടൻറ്റ് വെച്ചിട്ട് സ്റ്റാർ കട്ടർ വെച്ചിട്ട് ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് ഫോണ്ടൻറ്റിലേക്ക് ഗ്രീൻ കളർ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ട്രീ ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രീൻ കളർ കുറച്ചധികം തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. എന്നാലാണ് നമുക്ക് ഈ ഒരു ഗ്രീൻ കളറായിട്ട് കിട്ടുകയുള്ളൂ. ഇനി CMC പൗഡർ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു ട്രീയുടെ ഒരു ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം കത്രിക വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീൻ്റെ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. ആ ഒരു ഇലയുടെ ഡിസൈൻ നമുക്ക് കിട്ടും. അങ്ങനെ 2 ട്രീയും ഇവിടെ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗിഫ്റ്റ് ബോക്സ് ചെയ്തെടുക്കാം.
ഗിഫ്റ്റ് ബോക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്നോമാനെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് വൈറ്റ് ഫോണ്ടൻറ്റ് എടുത്തിട്ട് അതിൻ്റെ ബോഡിയും ഹെഡും ആദ്യം ചെയ്തെടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല ഈസിയാണ്. പിന്നെ സ്നോമാന് ഒരു ടൈ പോലെ വെച്ച് കൊടുക്കാനായിട്ട് റെഡും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ടൈ ആക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ കേക്ക് ടോപ്പറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട്. അത് നമുക്ക് സാൻഡയെ നമുക്ക് വീടിൻ്റെ അടുത്തായിട്ട് വെക്കാം. സാൻഡയുടെ പുറകിൽ ട്രീ വെച്ച് കൊടുക്കാം. ഈ സ്നോമാനെ വെക്കാൻ എനിക്ക് നല്ല കൺഫ്യൂഷൻ ആയിരുന്നു. അവസാനം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഐസിങ് ഷുഗർ ഒരു അരിപ്പയിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മഞ്ഞിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ കേക്ക് കോമ്പറ്റീഷൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ആയിട്ട് പുതിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ, ബൈ.